നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വെറുതെ ഒന്ന് വൊമിറ്റ് ചെയ്തതിന് ഗൈനക്കോളജിസ്റ്റിനെ വരെ കാണിച്ചു. അതെന്തിനാണെന്ന് എനിക്ക് പോലും മനസ്സിലായിട്ടില്ല. താൻ ഛർദിച്ചപ്പോ അവരെല്ലാം കരുതി ഗർഭിണിയാണെന്ന്. അവര് വിചാരിച്ചത് പോട്ടെ, രൂപേഷ് ഏട്ടനും അങ്ങനെ കരുതിയോ? സത്യത്തിൽ അമ്മയും ഞാനും അങ്ങനെ വിചാരിച്ചു. നമുക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിലെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. അമ്മയും മോനും ഒരുപോലെ തന്നെ. വെറുതെ ഒന്ന് വൊമിറ്റ് ചെയ്താ അപ്പ പ്രഗ്നൻസി ആണെന്ന് വിചാരിക്കും. രൂപേഷ് ഏട്ടാ, ആദ്യം ഈ IPS ഒന്ന് കഴിയട്ടെ. രൂപേഷ് ഏട്ടന്റെ ആഗ്രഹം പോലെ നല്ല ചന്തമുള്ള ഒരു മോളെ ഞാൻ പ്രസവിച്ചു തരാം. എന്താ അതുപോരെ? ഇനി കൂടിപ്പോയാ 1 വർഷം, അത്രയും കൂടി കാത്തിരുന്നാ മതി. അത് കഴിയുമ്പോ നോക്കിക്കോ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ മുറ്റത്ത് ഓടി നടക്കും. രൂപേഷ് ഏട്ടന് പെൺകുട്ടികളോടാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം, പക്ഷേ ആൺകുട്ടികളെയാ എനിക്കിഷ്ടം. എനിക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും ഇഷ്ടമാ, എന്നാലും പെൺകുഞ്ഞുങ്ങളോട് കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ടെന്ന് മാത്രം. അച്ഛന്മാർക്കല്ലെങ്കിലും അങ്ങനെയാ. പെൺമക്കളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവരെന്തും ചെയ്യും. പെൺമക്കളും തിരിച്ചു അങ്ങനെ തന്നെയല്ലേ? തന്റെ കാര്യം തന്നെ എടുത്താൽ മതിയല്ലോ. അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയല്ലേ താൻ ഈ IPSന് വേണ്ടിയുള്ള കഷ്ടപ്പാടുകൾ മുഴുവൻ സഹിക്കുന്നത്. വിഷമിക്കാതെ, തന്നെ പോലൊരു സുന്ദരി കുട്ടിയെ താൻ എനിക്ക് പ്രസവിച്ചു തന്നാ മതി. അതാവുമ്പോ താൻ തന്റെ അച്ഛന് കൊടുക്കുന്ന സ്നേഹം അവളെ എനിക്കും തരുമല്ലോ. ദർശന, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നാളെ തറവാട്ട് വീട്ടിലേക്ക് വരണം. മനസ്സിലായില്ല. നാളെ തറവാട്ട് വീട്ടിലേക്ക് വരണം. എന്താ മനസ്സിലായില്ല? നാളെ തറവാട്ട് വീട്ടിലേക്ക് വരണോന്ന്. നാളെ തറവാട്ട് വീട്ടിലേക്ക് വരണോന്ന്. ഓക്കെ ഓക്കെ, ബൈ. തറവാട്ട് വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും പ്രശ്നത്തിനാണോ? എനിക്ക് ശ്രേയം മറന്ന് ഇനി ജീവിക്കാൻ പറ്റില്ല. ആ കാര്യം അവൾക്കും അറിയാലോ. പിന്നെന്തിനാ ഈ സസ്പെൻസ്? ഇനി അവിടെ വെച്ച് വല്ല കുഴപ്പമുണ്ടാവുമോ? ഇല്ലടോ, ഞാനിത് വിശ്വസിക്കില്ല. താനും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയാണോ ഇതെന്നാ എന്റെ സംശയം. ഇതിനെക്കുറിച്ച് താൻ എന്നോടൊരു വാക്ക് പറഞ്ഞോ? എത്ര കാലമായി താൻ ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? തനിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഞാൻ അറിയാതെ ഇത്രയും വലിയൊരു ബിസിനസ് ഡീൽ നടത്താൻ കൂട്ടുനിന്നോടോ താൻ? തന്നെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ലടോ. വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട. വെച്ചിട്ട് പോടോ. എന്തൂറ്റി? ചതി. രാപ്പകല് കൂടെ നടന്നിട്ട് ഒടുവിൽ ശത്രുപക്ഷത്ത് നിന്ന് ചതിച്ചു, വിശ്വാസ വഞ്ചന കാണിച്ചു. ഇത് ഞാൻ ക്ഷമിക്കില്ല. ആരുടെ കാര്യം ഈ പറയുന്നേ? കുര്യച്ചൻ. ഇത്രയും കാലം എന്റെ കൂടെ നിന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയിട്ട് എന്നിട്ടിപ്പോ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്നു. നിങ്ങൾ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം കടക്കുന്ന ആളായിരുന്നില്ലല്ലോ കുര്യച്ചൻ. പിന്നെ ഇപ്പൊ എന്തു പറ്റി? പണം കിട്ടിക്കാണും. എന്നെ ചതിക്കാനും
എന്റെ രഹസ്യങ്ങൾ അറിയാനും ദർശന അവനെ പണം കൊടുത്ത് വശത്താക്കി കാണും. കുര്യച്ചൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹ, പിന്നെ എന്തിനാ ദർശനയും യതിയും കൂടി ചേർന്ന് കൈ കൊടുത്ത പുതിയ ബിസിനസിന്റെ കാര്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? ദിവസങ്ങളായി ആ ഡീല് കമ്പനിയിൽ നടക്കുക. ഇന്ന് അതിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്തു. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അതിനുള്ള ബുദ്ധിയും ധൈര്യവും ഒക്കെ യതിക്കുണ്ടോ? എന്തും ചെയ്യാനുള്ള ധൈര്യം അവൾക്കുണ്ടല്ലോ, ദർശനയ്ക്ക്. അവൾ യതിയെയും ഒരു ആയുധമായി മുന്നിൽ നിർത്തിയിരിക്കുന്നെന്ന് മാത്രം. അത് 1-2 കോടിയല്ല, 500 കോടി രൂപയുടെ ബിസിനസിനെ കൈ കൊടുത്തിരിക്കുന്നത്. 500 കോടിയോ? അതെ, 500 കോടി. ഞാനറിയാതെ രഹസ്യമായിട്ടായിരുന്നു നീക്കങ്ങളൊക്കെ. ആ കമ്പനിയുടെ പുതിയ GM കുര്യച്ചന്. ആ, അപ്പ കുര്യച്ചൻ മറുകണ്ടൻ ചാടിയെന്ന് ഉറപ്പായി. നിങ്ങളുടെ ചേച്ചി കൂടി അറിഞ്ഞിട്ടാണോ ഇതൊക്കെ? അറിയാതെ പിന്നെ. മരുമകളോടുള്ള വാത്സല്യം മൂത്ത് ചേച്ചി ഇപ്പൊ എന്നെ അവഗണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് ഞാൻ സഹിക്കില്ല. ഞാൻ നേരത്തെ നോക്കിവെച്ച ബിസിനസ് ആയിരുന്നു അത്. എങ്ങനെ ദർശൻ അത് കണ്ടെത്തിയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോ യതിയെ മുന്നിൽ നിർത്തി അവളത് ചെയ്തു. നിങ്ങൾ കാര്യങ്ങൾ വിശദമായിട്ട് പറ. കുര്യച്ചൻ ചതിച്ചു എന്നല്ലാതെ എന്ത് ബിസിനസ്സാണ് അവർ തുടങ്ങിയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. യതിയും ദർശനയും കൂടി ഒരു കമ്പനിക്ക് കൈ കൊടുത്തു. പൊട്ടിപ്പാളീസായ ഒരു കമ്പനിയായിരുന്നു അത്. പക്ഷേ എന്നാലും അതിന്റെ ആസ്തി 500 കോടിയിലധികം വരും. നമ്മളുമായി അസോസിയേറ്റ് ചെയ്ത് അത് റീലോഞ്ച് ചെയ്യാൻ നേരത്തെ ഒരു ചർച്ച നടന്നിരുന്നു. പക്ഷേ അന്നത് നടന്നില്ല. ഇന്നത് ദർശനം നടത്തി. അപ്പോ ആരും അറിയാതെ കാര്യങ്ങൾ ചെയ്യാനുള്ള മിടുക്കൊക്കെ അവക്കുണ്ട്. നമുക്കൊരു വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. പുതിയ കമ്പനിയുടെ 51% ഷെയർ വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനിക്കാ. പക്ഷേ അതല്ല ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് രൂപേഷിന്റെ പേരില്. നമ്മളത് ചെയ്തിരുന്നെങ്കിൽ പകുതി ഷെയർ ഞാൻ നമ്മുടെ മോളുടെ പേരിൽ വാങ്ങിയേനെ. 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നുകിൽ ആ ബിസിനസ് ഭയങ്കരമായി രക്ഷപ്പെടാം. അങ്ങനെ വന്നാൽ അതിന്റെ ക്രെഡിറ്റ് ദർശനയ്ക്കും യതിക്കും മാത്രമായിരിക്കും. രണ്ടാമതൊരു സാധ്യത ആ കമ്പനിയുടെ തകർച്ചയാണ്. അങ്ങനെ സംഭവിച്ചാൽ വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ അടിത്തറ തോണ്ടുന്നതിന് തുല്യമായിരിക്കും അത്. മരുവത്തൂരിലെ ബിസിനസ് മുഴുവൻ തകർന്ന് തരിപ്പണായി പോവും. ആ ബാധ്യതയുടെ എല്ലാം ഒരു ഭാഗം നമ്മുടെ തലയിലിരിക്കും. നമ്മൾ എന്തിനാ ആ ബാധ്യത എടുത്ത് തലയിൽ വെക്കുന്നേ? നമ്മളല്ലല്ലോ കമ്പനി ഏറ്റെടുത്തത്. ഏറ്റെടുത്തവർ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കട്ടെ. ഓ, അങ്ങനെ പറഞ്ഞൊഴിയാനൊന്നും പറ്റില്ല ഗിരിജെ. നമ്മളും മരുവത്തൂരിലെ ബിസിനസിന്റെ എല്ലാം ഭാഗമാണ്. അതുകൊണ്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് പറ്റില്ല. നമ്മൾ പിന്നെ എന്ത് ചെയ്യും? കർട്ടന് പിന്നിൽ നിന്നുള്ള കളികൾ അവസാനിപ്പിക്കാൻ സമയമായി. എത്രയും വേഗം ബാംഗ്ലൂരിലെ നമ്മുടെ കമ്പനിയുടെ ഉദ്ഘാടനം നടത്തണം. എങ്ങനെങ്കിലും കുറച്ച് പണം കൂടി ഇവിടുന്ന് നമ്മുടെ കമ്പനിയിലേക്ക് മാറ്റണം. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ചേച്ചിയോട് നിങ്ങൾ തന്നെ പണം വാങ്ങിയെടുക്കണം. നിങ്ങളുടെ കണ്ണീരിന് മുൻപിൽ അവര് വീഴും. എന്നെ ഒഴിവാക്കി ഈ ബിസിനസ് നടത്തിയിട്ട് പോലും ദർശന എല്ലാം പരമരഹസ്യമായിട്ടാണ് വെച്ചിരിക്കുന്നത്. കമ്പനിയിലെ ഒരു വിഭാഗം സ്റ്റാഫുകളെല്ലാം ഇപ്പോൾ ദർശനയുടെ പക്ഷത്താ. അവരെ ഉപയോഗിച്ച ദർശന എനിക്കെതിരെ കരുക്കൾ നീക്കുന്നത്. എവിടെയെങ്കിലും പാളിപ്പോയ എല്ലാം നഷ്ടപ്പെടും. അതിനു മുൻപേ നമ്മുടെ കമ്പനി ബാംഗ്ലൂരിൽ തുടങ്ങണം. അതിന്റെ കൂടെ നമ്മളുടെ മകളുടെ വിവാഹവും നടത്തണം. ബാംഗ്ലൂരിൽ തന്നെ സെറ്റിലായ നല്ല പയ്യനെ കണ്ടെത്തണം. നല്ല കാശുള്ള ഫാമിലി ആയിരിക്കണം. ഇനി അത് താമസിപ്പിക്കാൻ പറ്റില്ല. ശ്രേയയുടെ കല്യാണം ഉടനെ നടത്തിയേ പറ്റൂ.